ഉത്തർപ്രദേശ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ്. ഈ രാജ്യത്തെ ഏറ്റവും പൊളിറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംസ്ഥാനമാണ്. സമാജ്വാദി പാർട്ടിയാണ് അവിടെ ആദ്യം ഈ വിഷയം ഉന്നയിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യം അവിടെ നിൽക്കുന്നു. ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഇന്ത്യയിലെ പരീക്ഷണശാലകളിൽ ഒന്നാണ് ഉത്തർപ്രദേശ് എന്നിരിക്കെ ഈ വിഷയത്തിൽ നിയമപരവും സാങ്കേതികവുമായ കാര്യങ്ങളാണോ രാഷ്ട്രീയമായിട്ടുള്ള ഇതെങ്ങനെ ടേൺ ചെയ്യണമെന്ന കാര്യമായിരിക്കുമോ ഇനി പ്രതീക്ഷിക്കേണ്ടത്? അഭിലാഷ്, അതിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് അയോധ്യ ക്ഷേത്രം ട്രസ്റ്റാണ് ഭരിക്കുന്നത് എന്നൊക്കെ പറയുന്നത് സാങ്കേതികമാണ്. ട്രസ്റ്റിനെ കുറിച്ച് നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നൊരു പ്രയോഗം ഞാനും അപ്പനും സുഭദ്രയും എന്നതാണ്. ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് എല്ലാം സംഘപരിവാറിൻ്റെ നേതാക്കന്മാരാണെന്നേ. സംഘപരിവാർ ബന്ധമില്ലാത്ത ഒരാൾ പോലും അതിനില്ല. എല്ലാ ആളുകളും സംഘപരിവാർ ബന്ധമുള്ള ആളുകളാണ്. ഇതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പിടിക്കപ്പെടുമെന്ന് ഷാബു പ്രസാദ് പറയുമ്പോൾ അത് തീർച്ചയായും ഒരു സംഘപരിവാറുകാരനായിരിക്കും. സംഘപരിവാറിനെ സംബന്ധിച്ച് ഇതിൻ്റെ ധാർമ്മികവും മാത്രമല്ല നിയമപരമായ ഉത്തരവാദിത്തത്തിൽ നിന്നും മാറാൻ കഴിയില്ല. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ദേവസ്വവുമായി അങ്ങ് തന്നെ സൂചിപ്പിച്ചു, ശബരിമലയുമായൊക്കെ ബന്ധപ്പെട്ട ചർച്ചകളിൽ സംഘപരിവാറിൻ്റെ പ്രതിനിധികൾ ഷാബു പ്രസാദ് ഉൾപ്പെടെയുള്ള സംഘപരിവാർ സഹയാത്രികർ നിരന്തരം പറഞ്ഞിരുന്ന കാര്യം എന്താ? ഈ അമ്പലങ്ങളൊക്കെ ഞങ്ങൾക്ക് തരൂ, ഞങ്ങളത് പൊന്നുപോലെ നോക്കാമെന്ന് പറയുമ്പോൾ അമ്പലക്കള്ളന്മാരുടെ ഏറ്റവും എക്സ്ട്രീമാണ് BJP സംഘപരിവാർ എന്ന് വെളിവാക്കപ്പെട്ടിരിക്കുക. ഇവർക്ക് അധികാരമുള്ളൊരിടത്ത് അമ്പലം, പണ്ട് എന്തെങ്കിലും ചെറുകിട ഈ പറയുന്ന കവർച്ചയാണെങ്കിൽ അമ്പലം തന്നെ മുഴുവനായി ആ അർത്ഥത്തിൽ കൊള്ള ചെയ്യപ്പെടുന്ന, അതിനെ കേന്ദ്രീകരിച്ച് വലിയ കച്ചവടം നടത്തുന്ന, അതിനെ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റ് ആക്കുന്ന ഒന്ന് എന്നുള്ളതാണ്. BJPയെ സംബന്ധിച്ച്, RSSനെ സംബന്ധിച്ച്, സംഘപരിവാര പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് എപ്പോഴും പറയുന്നൊരു കാര്യം, അവരുടെ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രത്തോട് നമ്മളൊക്കെ വിയോജിക്കുമ്പോഴും അതിനോട് അങ്ങേയറ്റം കമ്മിറ്റഡ് ആണെന്നാണ്. ഇന്ത്യയിൽ ഐഡിയോളജിക്കലി അവരുടെ പ്രത്യയശാസ്ത്രത്തോട് കമ്മിറ്റഡായ ഒരു പ്രസ്ഥാനം എന്നാണ് സംഘപരിവാറിനെ എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. പക്ഷേ അവരുടെ പ്രത്യയശാസ്ത്ര പാപ്പരത്വം, അവരുടെ ഹിന്ദുത്വം എന്ന് പറയുന്നത് പോലും വലിയൊരു കളവാണ് തെളിയിക്കപ്പെട്ടിരിക്കുകയാണെന്നേ. ഈ പറയുന്ന ഹിന്ദുത്വത്തിനപ്പുറത്തേക്ക് അവരെ നയിക്കുന്നത് കോർപ്പറേറ്റ് താല്പര്യങ്ങളാണ്, സാമ്പത്തിക താല്പര്യങ്ങളാണ്, ശുദ്ധമായ കച്ചവടമാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുക. ഇനി എത്ര നാൾ, അങ്ങ് പറഞ്ഞ ചോദ്യത്തിലേക്ക് വരികയാണ്, ഇനി എത്ര നാൾ ഈ ശ്രീരാമന്റെ പേർ ഉപയോഗിക്കാൻ അവർക്ക് കഴിയുമെന്നുള്ളതാ. ഉത്തരേന്ത്യയിലടക്കമുള്ള സാധാരണക്കാരായ വിശ്വാസികളെയല്ലേ അവർ ചൂഷണം ചെയ്തിരുന്നത്? ഞങ്ങളാണ് ശ്രീരാമന്റെ ആളുകൾ, ശ്രീരാമന്റെ പ്രാതിനിധ്യം, അതിൻ്റെ ആ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധാനം ഞങ്ങൾക്കാണ്. നേരത്തെ തന്നെ സൂചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു, ഗാന്ധിയൊക്കെ ഉപയോഗിച്ച രാമനെ കൂടുതൽ ഒരു അഗ്രസീവ് രാമനായി ഉപയോഗിച്ച് രാഷ്ട്രീയ വിദ്വേഷത്തിനുള്ള വിളവെടുപ്പ് നടത്തുകയാണ് സംഘപരിവാർ സംഘടനകൾ ഇവിടെ നടത്തിയതെങ്കിൽ ഇനി അവർക്ക് അതിനുള്ള ഒരു മോറൽ റൈറ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രശ്നം. ഇനി എത്ര കാലം ഉത്തരേന്ത്യയിൽ പശുബെൽറ്റ് എന്ന് നമ്മൾ വിളിക്കുന്ന ആ രാഷ്ട്രീയ ഭൂമികയിൽ രാമനെ ഉപയോഗിക്കാൻ സംഘപരിവാറിന് കഴിയുമെന്നുള്ളതാ. അവർക്ക് അവരുടെ ആയുധം നഷ്ടപ്പെട്ടു എന്നേ. അവരെ സംബന്ധിച്ച് അവർ ഇത്രകാലം പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങൾ, ഇത്രകാലം അവർ പ്രയോഗിച്ചിരുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കപ്പെടുകയും അത് അടിസ്ഥാനപരമായി ജനങ്ങളിൽ നിന്ന് തന്നെ, ഇത്രകാലം ആരോടാണ് അവർ ശ്രീരാമനെ കുറിച്ച് പറഞ്ഞത്, അവർ തന്നെ അവരോട് ചോദിക്കാൻ പോവുകയാണ്, ശ്രീരാമനെ വിറ്റു തിന്നുന്ന ആളുകളല്ലേ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ശ്രീരാമനെ കുറിച്ച് പറയാൻ? ഈ പറയുന്ന ശ്രീരാമൻ എന്ന് പറയുന്ന സ്ഥിര നിക്ഷേപം അവരെ സംബന്ധിച്ച് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. അവരുടെ രാഷ്ട്രീയത്തിൻ്റെ പൊള്ളത്തരം വെളിവാക്കപ്പെടുകയാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇനി വരാൻ പോകുന്ന ഇലക്ഷനുകളിൽ അതൊരു വലിയ പ്രശ്നമായി BJP മറുപടി പറയേണ്ട പ്രശ്നമായി ഉയർന്നു.